entirely, you just change one word, you are getting an entirely different set of things. അപ്പോൾ നിങ്ങൾക്ക് ഇതിനകത്ത് ഇങ്ങനത്തെ ഒരു റിസർച്ച് ടോപ്പിക് കിട്ടിയാൽ യു ക്യാൻ ലുക്ക് ഫോർ ട്യൂട്ടോറിയൽ, യു ക്യാൻ ലുക്ക് ഫോർ ഡിഫറെൻറ്റ് തിങ്സ്. സോ സംബഡി ഈസ് ടീച്ചിങ്. അപ്പോൾ നിങ്ങൾ സെർച്ച് ചെയ്യുമ്പം ഇങ്ങനെ ഒരു സെറ്റ് ഓഫ് കീവേഡ്സ് ഉപയോഗിച്ചിട്ടുമായിരിക്കണം സെർച്ച് ചെയ്യേണ്ടത്. സി ഇത് ഒപ്റ്റിക്കൽ കൊഹറൻസ് ട്രോമോഗ്രാഫി എന്ന് ചെയ്യുന്ന യു വിൽ ഗെറ്റ് എ ഡിഫറെൻറ്റ് തിങ്. അപ്പോൾ നിങ്ങൾ ആദ്യമേ ഒരു വിഷയത്തെക്കുറിച്ച് സെർച്ച് ചെയ്യാൻ തുടങ്ങുമ്പം അതിൻ്റെ ഡിഫറെൻറ്റ് കോമ്പിനേഷൻസ് നോക്കണം. Combinations in the sense, say you should look for interpretation, you look for your tutorials, you should look for how-tos, you should do presentations. ഇങ്ങനത്തെ പല സാധനങ്ങൾ ഇട്ട് നോക്കുകയാണെങ്കിൽ you will get a wider variety of information. കിട്ടും. അപ്പോൾ ഈ ഗൂഗിളിൻ്റെ ഈ ഇൻ്റർഫേസിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് നമ്മുടെ റിസർച്ചേഴ്സിന് വേണ്ടിയിട്ടുള്ളതല്ല. ദിസ് ഈസ് ബേസിക്കലി മെന്റ് ഫോർ പബ്ലിക് to give the most simplified information. നിങ്ങൾക്ക് അത് സംബന്ധിച്ച വിവരങ്ങൾ അല്ലെങ്കിൽ പബ്ലിക്കിന് വേണ്ടിയിട്ടാണ് ചെയ്യുന്നത്. പക്ഷെ നമുക്ക് പലപ്പോഴും വേണ്ടത് റിസർച്ച് പേപ്പറുകൾ, ടോപ്പിക്, പ്രസൻറ്റേഷൻസ്, അങ്ങനെ സാധനങ്ങളാണ്. അപ്പോൾ നമുക്ക് നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് ഇങ്ങനെ ഒരു വേരിയേഷൻ ട്രൈ ചെയ്യണം. അത് കഴിഞ്ഞ് യു ഷുഡ് ലുക്ക് ഫോർ PPTs, PDFs, എക്സെട്ര. അത് സംബഡി മൈറ്റ് ബി നോവിങ്. അപ്പോൾ അതിന് ചെയ്യാവുന്നത് വെറുതെ PPT സെർച്ച് ചെയ്യാം. ദാറ്റ് ഈസ് വൺ തിങ് you can do. So you are not getting any PPTs. See, you are getting a few things again. So what you should look specifically for PPTs is that you should do something like file type. Colon PPT na cheyya. File type. There's a keyword which understand. See, there are certain. I will mark it here. See here. See. This is a keyword. Can you see that being marked on your screen? That keyword? Yes, sir. That keyword, there are certain keywords this search thing takes. One is that file type. So you can look for PPTs, you can pick for Word files, Excel files, etc. So let us see. There are these are all PPTs. See. If you look at the results, this is a PPT. You will see in the right here to here, you will see a PPT written. So you get presentations on this. So that's a good improvement, because somebody who is presenting something must be some kind of a research kind of person. അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു ട്യൂട്ടോറിയൽ കൈൻഡ് ഓഫ് തിങ് ആയതുകൊണ്ടാണ് അതൊരു അങ്ങനത്തെ സാധനങ്ങൾ വരുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ചെയ്യാവുന്ന അടുത്ത പണി എന്ന് പറയുന്നത് ഈ വിവരങ്ങൾ കണ്ടുപിടിക്കാൻ ചെയ്യാവുന്നത് PPT. Let us look at PDF. So you will get a lot of PDF files. You will get a lot of PDF files. Maybe articles, your അതുപോലെ നമ്മുടെ എന്താണ് അതിൻ്റെ പേര് മറന്നു, പെർസെൻറ്റേജ് പബ്ലിക്കേഷൻസ്, അങ്ങനെ സാധനങ്ങളിൽ നിന്നൊക്കെ വരുന്ന സാധനങ്ങൾ കിട്ടും ഇങ്ങനെ ചെയ്താൽ. അപ്പോൾ ഇതിൻ്റെ വേരിയേഷൻ നിങ്ങൾക്ക് ട്രൈ ചെയ്ത് നോക്കാം. നിങ്ങളെപ്പോഴും നിങ്ങളുടെ ഒരു സെർച്ച് തുടങ്ങുമ്പോൾ ഈ വേരിയേഷൻസിലേക്കാണ് ട്രൈ ചെയ്യേണ്ടത്. PPTs, PDFs. മേ ബി യു ക്യാൻ ലുക്ക് ഫോർ ഡോക്സ്. ആളുകൾ ഡോക്ക് ഫയലായിട്ട്, വേർഡ് ഫയലായിട്ട് എവിടെയെങ്കിലുമൊക്കെ വെച്ചേക്കുന്നുണ്ടാവും. മേ ബി യു വിൽ ഗെറ്റ് പല പേപ്പറിൻ്റെയും ഡ്രാഫ്റ്റ് ഒക്കെ കിട്ടും. നിങ്ങളിങ്ങനെ ചെയ്യാൻ പോയാൽ പലരും ചെയ്യുന്ന PDF ആക്കാനായിട്ട് ഇടാനായിട്ടുള്ള അതിൻ്റെ ഡ്രാഫ്റ്റ് പേപ്പറുകൾ ഒക്കെ നിങ്ങൾക്ക് ചിലപ്പോൾ കിട്ടിയെന്നിരിക്കും ഇങ്ങനെ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ. ഓക്കെ, സോ 1 second please. I'll take this phone call and come back. വെബിനാർ തിരിച്ചു വിളിക്കട്ടെ അരമണിക്കൂർ. Okay. So you should actually look at the different kinds of files, looking for maybe Excel. You can try. There will be Excel files. I don't know what Excel it contains, but you will get list of applications. See, many നിങ്ങൾക്ക് പല സാധനങ്ങൾ കിട്ടും ഇങ്ങനെ മാറ്റി എടുത്തു കഴിഞ്ഞാൽ. അപ്പോൾ നമ്മുടെ ഒരു റിസർച്ചർ എന്ന നിലയിൽ നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് ആദ്യം അതിൻ്റെ കീവേഡിൻ്റെ കോമ്പിനേഷൻസ് ട്രൈ ചെയ്യുക. നിങ്ങൾ റിസർച്ച് ചെയ്യാൻ പോകുന്ന സാധനങ്ങളുടെ. അപ്പോൾ
കുറച്ചുകൂടെ ബിഗർ ആയിട്ടുള്ള കീവേഡുകൾ കൊടുത്താൽ കുറച്ചുകൂടെ ബെറ്റർ റിസൾട്ട്സ് കിട്ടും. സേ ആപ്ലിക്കേഷൻസ് ഓഫ് മെഷീൻ ലേണിംഗ്. നിങ്ങളത് കുറച്ചുകൂടെ ഒരു ലൈക്ക് വലിയ നമ്മൾ മനുഷ്യന് മനസ്സിലാകുന്ന പോലത്തെ ലാംഗ്വേജിലേക്ക് ഗൂഗിളെല്ലാം വളർന്നിട്ടുണ്ട് നിങ്ങൾക്ക്. അപ്പം നിങ്ങൾക്ക് നിങ്ങൾ കൊടുക്കുന്ന ഒരു കീവേഡിൻ്റെ ലെങ്ത് അനുസരിച്ച് നിങ്ങൾക്ക് പലതരം റിസൾട്ടുകളാണ്. അപ്പോൾ ഇനി ഇതിൻ്റെ പുറത്ത് നിങ്ങൾക്ക് ട്രൈ ചെയ്യാം. ഡോക്ക് ഉണ്ടോ, PPT ഉണ്ടോ, അങ്ങനെ സാധനങ്ങൾ ട്രൈ ചെയ്യാൻ പറ്റും. അപ്പോൾ സോ ദാറ്റ് ഈസ് വൺ വേ ഇൻ വിച്ച് യു ഷുഡ് അപ്രോച്ച് യുവർ സെർച്ച്. Then once you have done this, you see there are other tabs like here. I will mark it here. I don't know whether see at the top all nu parnja sana. Say you can look for images alone. You should actually, as a researcher, you should try image searching. നിങ്ങൾ ഒന്ന് ട്രൈ ചെയ്യണം. ഇമേജ് സെർച്ച് എടുത്തു കഴിഞ്ഞാൽ you will get a lot of images related to this. അപ്പോൾ ഈ ഇമേജ് സെർച്ചിൽ ഇത് പലപ്പോഴും പേപ്പറുകളിൽ നിന്നുള്ള നമ്മുടെ റിസർച്ച് പേപ്പറിലൊക്കെ ഈ ഇമേജസ് ഉണ്ടാവും. അപ്പോൾ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഇൻഫർമേഷൻ ഇതുവഴി പോയാൽ കിട്ടും. നിങ്ങൾ ഇതുവഴി ഇപ്പോൾ ഇതെന്താ ലൈക്ക് ഇപ്പം ഞാനൊരെണ്ണം ക്ലിക്ക് ചെയ്യാം, ഒരു പേപ്പറിൽ ഒരു പേജിൽ ക്ലിക്ക് ചെയ്തു, അതിൽ കണ്ടേ. അപ്പോൾ ഇത് നിങ്ങൾ നോർമലി അവിടെ സെർച്ച് ചെയ്താൽ ഒരിക്കലും കിട്ടൂല ഈ ഇൻഫർമേഷൻ. ഉണ്ടോ? ഇതിപ്പോൾ ഏതൊരു ആർട്ടിക്കിളാണ്. ഈ ആർട്ടിക്കിള് നിങ്ങൾക്ക് മേ ബി ബ്യൂട്ടിഫുൾ ആർട്ടിക്കിൾ വിത്ത് ലോട്ട് ഓഫ് ഫിഗേഴ്സ്. അപ്പോൾ ഞാൻ ഫിഗർ സെർച്ച് ചെയ്തുകൊണ്ട് മാത്രമാണ് ഇതിൽ വന്നിട്ടാണ് അത് കിട്ടിയത്. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഈ പർട്ടിക്കുലർ ആർട്ടിക്കിൾ നിങ്ങൾ എത്തൂല. അപ്പോൾ നമുക്ക് ചെയ്യാവുന്ന ഇങ്ങനെ അടുത്ത സ്റ്റെപ്പിൽ ചെയ്യാവുന്നത് ഇതിൻ്റെ റിലേറ്റഡ് സാധനങ്ങൾ ഇമേജ് സെർച്ച് ചെയ്യുക. അപ്പോൾ ഇമേജ് സെർച്ച് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അടിയിൽ ആളുകൾ സെർച്ച് ചെയ്യുന്ന ഒരു സെറ്റിനെ കുറിച്ച് കാണും. കണ്ടോ? ഇവിടെ ഒരു ഇഫ് യു ലുക്ക് അറ്റ് ദിസ് തേർഡ് ലൈൻ ബിയോണ്ട് ദാറ്റ് ഓൾ ഇമേജസിൻ്റെ തൊട്ട് താഴെ ഇപ്പോൾ ഞാൻ അവിടെ ആണ് അത് മാർക്ക് ചെയ്തിട്ടുണ്ട്. ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് എന്ന് പറഞ്ഞൊരു സാധനം മാർക്ക് ചെയ്തിട്ടുണ്ട്. ഇത് ഈ ലൈൻ്റെ മീനിങ് ഇതും കൂടെ ചേർത്ത് ആൾക്കാർ സെർച്ച് ചെയ്യുന്നുണ്ടെന്നുള്ളതാണ്. അപ്പോൾ ഇതിൻ്റെ ഈ ഇമേജുകളുടെ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് മാത്രമുള്ള അല്ലെങ്കിൽ അതിനെയും കൂടെ റെഫറൻസ് ഉള്ള സ്പെസിഫിക് ആയിട്ടുള്ള ഇമേജസ്. സോ യു വിൽ ഗെറ്റ് അനദർ സെറ്റ്. യു വിൽ ഗെറ്റ് അനദർ സെറ്റ് ഓഫ് ഇമേജസ്. യു വിൽ ഗെറ്റ് അനദർ സെറ്റ് ഓഫ് ഇൻഫർമേഷൻ. അപ്പോൾ ഇത് നിങ്ങൾക്ക് ഇങ്ങനെ മാറി മാറി നോക്കാം പലത്. അപ്പോൾ അത് ആളുകൾ ചെയ്യുന്ന ഒരു കാര്യമല്ല. നമ്മുടെ പൊതുവെ ആളുകൾ ഈ പണി ചെയ്യൂല. ഇത് നിർത്തി അങ്ങ് പോയിക്കളാം. ഇത് അത്രേ. അപ്പോൾ ഇതിപ്പോൾ എന്ന് വെച്ചാൽ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ്, ഇന്റർനാഷണൽ കാർഡിയോളജി, ഇത് രണ്ടും കൂടെ ചേർന്നുള്ള ലിമിറ്റഡ് സെർച്ചാണ്. അപ്പോൾ നമ്മൾ കുറച്ചുകൂടി നമ്മുടെ സെർച്ചിനെ ലിമിറ്റ് ചെയ്തു. അപ്പോൾ ഇങ്ങനെ നിങ്ങൾക്ക് ഇതിനകത്ത് അഡീഷണൽ പോസിബിലിറ്റീസ് ഉണ്ട്. ഉണ്ടോ? ഇതും കൂടെ വെച്ചിട്ടുള്ള ഇമേജുകൾ. അപ്പോൾ യു വിൽ ഫൈൻഡ് ലോട്ട് ഓഫ് ന്യൂ തിങ്സ് ഇഫ് യു ഗോ ദിസ് വേ. ഇനി ഇവിടെ ടൂൾസ് എന്ന് പറഞ്ഞൊരു സാധനമുണ്ട്. ഇതിനകത്ത് റൈറ്റിൽ ഏറ്റവും ടോപ്പിൽ ടൂൾസ് എന്ന് പറഞ്ഞ ഒന്നുണ്ട്. ഈ ടൂൾസിൽ സെർച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് സൈസ് അനുസരിച്ച് വലിയ സൈസുള്ള പടങ്ങൾ, കളറുള്ള പടങ്ങൾ, ഇനി ഫ്രീ ആയിട്ട് റീടൈപ്പ് ചെയ്യാവുന്ന പടങ്ങൾ, ഇനി ഗിഫുകൾ, ഇങ്ങനത്തെ ഒരു പോസിബിലിറ്റീസ് ഇതൊന്നും ആൾക്കാർ നോക്കുന്നില്ല. അപ്പോൾ ഇപ്പോൾ ഒരു മാസത്തിന് നോക്കാൻ വന്ന പേപ്പറിൽ ഇപ്പോൾ പുതിയ ന്യൂവർ ഇതുണ്ടോ, ന്യൂവർ ഇൻഫർമേഷൻ. പ്രോബബ്ലി ഇഫ് സംബഡി ഹാസ് പോസ്റ്റഡ് എ ന്യൂ പേപ്പർ യു മേ റീച്ച് ദിസ് വീക്ക്. ഇങ്ങനെ പോയാൽ നിങ്ങൾക്ക് ഈ വഴിയിലെത്താൻ പറ്റും നിങ്ങളുടെ പുതിയ സാധനങ്ങളിൽ. അപ്പോൾ നിങ്ങൾ ചെയ്ത് നോക്കേണ്ട once you have done that search, you should look at these papers, then you should images, then you can even look at news. നിങ്ങളുടെ പർട്ടിക്കുലർ ചോസൺ ഇതിനകത്ത് ന്യൂസ് ആർട്ടിക്കിൾസ് വന്നിട്ടുണ്ട്. പലപ്പോഴും ന്യൂസ് ആർട്ടിക്കിൾസ് ബെറ്റർ പബ്ലിക്കിന് വേണ്ടി റിപ്പോർട്ട് ചെയ്തതായതുകൊണ്ട് മനുഷ്യർക്ക് മനസ്സിലാകുന്ന പോലെ എഴുതിയുള്ള ഭാഷയിൽ എഴുതിയ സാധനങ്ങൾ നിങ്ങൾക്ക് കിട്ടും. അപ്പോൾ അതിൽ നിന്ന് നിങ്ങൾക്ക് ഫർദർ അന്വേഷിച്ച് പോകാൻ പറ്റിയും പല കാര്യവും. അപ്പോൾ നിങ്ങളൊരു റിസർച്ചർ എന്ന നിലയിൽ നിങ്ങളുടെ സെർച്ച് തുടങ്ങുമ്പം ഈ ടെക്നിക്കുകൾ ഓർത്ത് വെച്ചോണം. മേ ബി യു ക്യാൻ ലുക്ക് അറ്റ് വീഡിയോസ്. അപ്പോൾ ഇത് സംബന്ധിച്ച ഒരു പർട്ടിക്കുലർ സംബന്ധിച്ച ആളുകൾ വീഡിയോ ഉണ്ടാക്കിയിട്ടുണ്ടാവും. ഈ വീഡിയോ ഏതെങ്കിലും യൂണിവേഴ്സിറ്റിയിലൊക്കെ പബ്ലിഷ് ചെയ്ത വീഡിയോകൾ കണ്ടോ? അപ്പോൾ യു ക്യാൻ റീച്ച് അറ്റ് സം ന്യൂ ഇൻഫർമേഷൻ ദിസ് വേ. അപ്പോൾ പലപ്പോഴും നമ്മളാരും ഇത് ഉപയോഗിക്കുന്നത് കണ്ടിട്ടില്ല. ഇങ്ങനെ ഇൻഫർമേഷൻ ഒരു സെർച്ച് ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്നത് കണ്ടിട്ടില്ല. ഇനി ദർ ആർ അതർ തിങ്സ് ലൈക്ക് ബുക്സ്. മേ ബി യു ക്യാൻ ലുക്ക് ഫോർ ബുക്സ് ഓൺ ദിസ്. ഉണ്ടോ? ഇത് ബുക്കുകളുണ്ടെങ്കിൽ ബുക്കിൻ്റെ ഒരു
മേ ബി ദിസ് വിൽ ഓൾസോ ബി ഈ ഒരു വർക്ക്ഷോപ്പ് ഇത് സംബന്ധിച്ച് നടന്നിട്ടുണ്ട്, 14th ഏഷ്യൻ കോൺഫറൻസ്. അപ്പോൾ അതിനകത്ത് ഇതിനെക്കുറിച്ച് റെഫറൻസ്, ഈ വിഷയത്തെക്കുറിച്ച് റെഫറൻസ് ഉണ്ട്. അപ്പോൾ ഇങ്ങനെ നിങ്ങൾക്ക് തപ്പി പോകാൻ പറ്റും. അപ്പോൾ നിങ്ങളുടെ ലിറ്ററേച്ചർ റിവ്യൂ അല്ലെങ്കിൽ പേപ്പർ സെർച്ച് എന്ന് പറയുന്നത് ഇങ്ങനെയാണ് ചെയ്യേണ്ടത്. നിങ്ങളുടെ ഗൂഗിൾ ഉപയോഗിച്ച്, ഗൂഗിളിൻ്റെ ടൂൾസ് ഉപയോഗിച്ചിട്ടായിരിക്കും ചെയ്യേണ്ടത്. ഓക്കെ, അടുത്ത സെറ്റിൽ ഗൂഗിളിന് സ്കോളർ എന്ന് പറഞ്ഞൊരു സൈറ്റ് ഉണ്ട്. അപ്പോൾ അത് കുറച്ച് പേർക്കെങ്കിലും അറിയാമായിരിക്കും. scholar.google.com എന്ന് പറഞ്ഞ ഒരു സ്പെസിഫിക് റിസർച്ചേഴ്സിന് വേണ്ടിയിട്ടുള്ള ഒരു സ്പെസിഫിക് സൈറ്റ് ഉണ്ട്. ഇതാണ് ഗൂഗിൾ സ്കോളർ സൈറ്റ്, സ്കോളർ ഡോട്ട്. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് ആസ് എ റിസർച്ചർ ഓർ ഒരു പ്രോസ്പെക്റ്റീവ് റിസർച്ചർ, വാട്ട് യു ഷുഡ് ഡു ഈസ് യു ഷുഡ് ക്രിയേറ്റ് എ പ്രൊഫൈൽ ഹിയർ. ഇവിടെ പോയിട്ട് നിങ്ങളൊരു പ്രൊഫൈൽ ഉണ്ടാക്കണം. ഈ പ്രൊഫൈൽ എന്ന് ഞാൻ ഉദ്ദേശിക്കുന്നത്, നിങ്ങൾക്ക് ഗൂഗിൾ അക്കൗണ്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു പ്രൊഫൈൽ ഉണ്ടാക്കാം ഇവിടെ. അപ്പോൾ ഇതിനകത്ത് എൻ്റെ പ്രൊഫൈൽ വരുന്നില്ലല്ലോ. ഓക്കെ, യുവർ അക്കൗണ്ട് ഈസ് ഡിഫറെൻറ്റ്. സൈൻ ഇൻ ടു മൈ പേഴ്സണൽ ജിമെയിൽ ID. ഓക്കെ, സോ ഐ ആം ഗോയിങ് ടു ടേക്ക് അപ്പ് മൈ പ്രൊഫൈൽ ഹിയർ. അപ്പോൾ ഞാൻ എൻ്റെ ഗൂഗിൾ സ്കോളർ എടുത്തു കഴിഞ്ഞാൽ ഞാൻ എൻ്റെ പ്രൊഫൈൽ, നിങ്ങൾ ചെയ്യേണ്ടത്, നിങ്ങൾ ഗൂഗിൾ സ്കോളറിൽ പോയിട്ട് ഒരു പ്രൊഫൈൽ ക്രിയേറ്റ് ചെയ്യണം. പ്രൊഫൈല് നിങ്ങളുടെ മെയിൽ അക്കൗണ്ട് മെയിൽ ID പോലെ, ഗൂഗിൾ മെയിൽ ID പോലുള്ളൊരു അക്കൗണ്ടാണ്. അപ്പോൾ ഇതിൽ നിങ്ങൾക്ക് ചെയ്യാവുന്നത്, നിങ്ങൾക്ക് നിങ്ങളുടെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഏരിയാസ് സ്പെസിഫൈ ചെയ്യാൻ പറ്റും. ഈ പ്രൊഫൈലിൽ പോയാൽ നിങ്ങളുടെ പേപ്പറുകൾ ഏതൊക്കെയാണ്, നിങ്ങളുടെ പബ്ലിഷ്ഡ് വർക്കുകൾ ഏതൊക്കെയാണ്, അങ്ങനത്തെ സാധനങ്ങളിലൂടെ നമുക്ക് ചെയ്യാൻ പറ്റും, സെറ്റ് ചെയ്ത് വെക്കാൻ പറ്റും. ഇത് കൂടാതെ നിങ്ങളുടെ ഇൻട്രസ്റ്റിംഗ് വിഷയത്തെക്കുറിച്ച് ഉള്ള അലർട്ടുകൾ സെറ്റ് ചെയ്യുക. ഇപ്പോൾ ഉദാഹരണത്തിന്, എനിക്ക് ഇന്ന് വന്നേക്കുന്ന റെക്കമെൻഡഡ് ആർട്ടിക്കിൾ കണ്ടോ, പുതിയതായിട്ട് ഇറങ്ങിയതാണ്, ജേർണൽ ഓഫ് കൊറിയൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മിലിറ്ററി അക്കാഡമി ഇങ്ങനെ ഒരു സാധനം ഇറക്കിയിട്ടുണ്ട്, ഹൈറാർക്കിക്കൽ ഗ്രീഡി അൽഗോരിതംസ് ഫോർ വെപ്പൺ ടാർഗറ്റ് അസൈൻമെന്റ്. ഇത് മേ ബി ഒരാഴ്ചക്ക് മുമ്പ് തന്നെ ഇറങ്ങിയതായിരിക്കും. അപ്പോൾ യു ക്യാൻ ഇഫ് യു ക്രിയേറ്റ് എ പ്രൊഫൈൽ ആൻഡ് ഗിവ് യു സം ഏരിയാസ് ഓഫ് ഇൻട്രസ്റ്റ്, Google will automatically send you your so that article straight away I'm reaching that article. അപ്പോൾ otherwise we will not know whether some particular new article has come. അപ്പോൾ നിങ്ങൾ ആദ്യമേ ചെയ്യേണ്ടത്, നിങ്ങളുടെ ഗൂഗിൾ പ്രൊഫൈൽ, ഈ സ്കോളർ പ്രൊഫൈൽ ഉണ്ടാക്കുക, എന്നിട്ട് നിങ്ങളുടെ ഏരിയ ഓഫ് ഇൻട്രസ്റ്റുകൾ ഇതിനകത്ത് വെക്കുക. അപ്പോൾ ഇത് നോക്കിയാൽ ഇത് ഗൂഗിൾ റെക്കമെൻഡ് ചെയ്തേക്കുന്ന കുറേയധികം പബ്ലിക്കേഷൻ ഉണ്ട്. എന്നോട് വായിക്കാനായിട്ട് റെക്കമെൻഡ് ചെയ്തതാണ് ഇത് മുഴുവൻ. എൻ്റെ റിസർച്ച് ഏരിയയുമായിട്ടും അതുമായിട്ട് ബന്ധപ്പെട്ട പേപ്പറുകളുടെ ഒരു സെറ്റ്, ഇപ്പോൾ കറണ്ട് പേപ്പറുകളെല്ലാം. ഇതെല്ലാം ഈ സബ് മോഡുലർ കോമ്പിനേറ്ററിലുള്ള ഇൻഫർമേഷൻ, ഇതെല്ലാം ഞാൻ അതിൽ വർക്ക് ചെയ്തിട്ടുണ്ട്, സബ് മോഡുലർ ഇതിനകത്ത്. അതുകൊണ്ടാണ് അതെല്ലാം വരുന്നത്. എനിക്ക് വരുന്ന ഈ പേപ്പറുകളെല്ലാം ഞാൻ വർക്ക് ചെയ്ത ഏരിയയോട് ബന്ധപ്പെട്ട്, അപ്പോൾ ഞാൻ എൻ്റെ റിസർച്ച് ഏരിയയും അതിനോട് എനിക്ക് താല്പര്യമുള്ള കുറച്ച് ഏരിയ ഞാൻ അവിടെ പറഞ്ഞു വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിൽ നിന്ന് പുതിയ പേപ്പറുകൾ വരുന്നത് ഓരോന്ന് ഗൂഗിൾ ഇങ്ങനെ നമുക്ക് ഇട്ട് തരും. അപ്പോൾ സോ ദാറ്റ് യു കീപ് കറണ്ട് ഓൺ യുവർ റിസർച്ച് ടോപ്പിക്. അപ്പോൾ ഇത് ആളുകൾ നിങ്ങൾ അത്യാവശ്യമായിട്ട് ചെയ്യുകയും ചെയ്യണം. ഇഫ് പോസിബിൾ യു ഷുഡ് യൂസ് ദിസ് ആസ് യുവർ പ്രൈമറി സെർച്ച് എഞ്ചിൻ. വെൻ യുവർ റിസർച്ചർ, നിങ്ങൾ റിസർച്ചർ ആകുമ്പോൾ നിങ്ങളുടെ പ്രൈമറി സെർച്ച് എഞ്ചിനായിട്ട് ഗൂഗിൾ സ്കോളർ ഉപയോഗിക്കണം. അപ്പം നമ്മൾ നേരത്തെ കണ്ട റെറ്റിന എന്തായിരുന്നു, OCT ഇമേജ് എന്ന് പറഞ്ഞ് ഇവിടെ സെർച്ച് ചെയ്താൽ ഇത് സംബന്ധിച്ചുള്ള പബ്ലിക്കേഷൻസ് മാത്രം, ഇത് സംബന്ധിച്ചുള്ള ജേർണൽ പബ്ലിക്കേഷൻ, കോൺഫറൻസ് പബ്ലിക്കേഷൻസ് മാത്രം എടുത്തു തരും ഇത് ഗൂഗിളിൽ. അപ്പോൾ ഹിയർ ഓൾസോ യു ക്യാൻ ട്രൈ ദാറ്റ് ഫയൽ ടൈപ്പ് ഓർ തിങ്സ് ലൈക്ക് ദാറ്റ്. യു ക്യാൻ ജസ്റ്റ് ട്രൈ ഔട്ട് ഓൾ വേരി കോമ്പിനേഷൻസ്. ഈ രീതിയിൽ നിങ്ങൾക്ക് ഈ ഗൂഗിളിൽ നിന്ന് ഇൻഫർമേഷൻ സെർച്ച് ചെയ്ത് കണ്ടുപിടിക്കാൻ പറ്റും. അപ്പോൾ ഒരു പർട്ടിക്കുലർ ടോപ്പിക്ക് കറണ്ട് ആണോ അല്ലയോ എന്നൊക്കെ അറിയണമെങ്കിൽ ഇതിനകത്ത് ഇങ്ങനെ പോയിട്ട് കുറച്ച് ആർട്ടിക്കിൾ വായിച്ചാൽ മതി. അപ്പോൾ അത് എസ്പെഷ്യലി നിങ്ങൾ ലിറ്ററേച്ചർ റിവ്യൂ സ്റ്റേജിലുള്ളവർക്ക് ഈ പർട്ടിക്കുലർ ടിപ്പുകൾ ഉപയോഗമുള്ള കാര്യമാണ്. ഓക്കെ, അപ്പോൾ സോ ദാറ്റ് ഈസ് അബൌട്ട് ദിസ് വൺ. നൗ ലെറ്റ് us again look at something else. അപ്പോൾ നമ്മൾ മെയിനായിട്ടും ഗൂഗിൾ ഉപയോഗിച്ചാണ് നിങ്ങൾ സെർച്ച് ചെയ്യും. നിങ്ങൾ ഉപയോഗിക്കുന്നത് മെയിനായിട്ട് ഗൂഗിൾ ഉപയോഗിച്ചാണ് സെർച്ച് ചെയ്യുന്നത്. അപ്പോൾ ഗൂഗിളിൻ്റെ ഒരു കുഴപ്പം, ഗൂഗിൾ സം സ്മോൾ ഇഷ്യൂസ്. ഗൂഗിൾ നിങ്ങളുടെ പേഴ്സണൽ ഡേറ്റ കളക്ട് ചെയ്യും. നിങ്ങൾ എവിടെയാണ് മൂവ് ചെയ്യുന്നത്, നിങ്ങൾ എന്താണ് സെർച്ച് ചെയ്തത്, നിങ്ങളുടെ പ്രീവിയസ് ഏത് ലിങ്കിലാണ് ക്ലിക്ക് ചെയ്തത്, എന്നിട്ട് അത് ഉപയോഗിച്ചിട്ടാണ് അവർ നിങ്ങൾക്ക് അഡ്വർടൈസ്മെൻ്റ് ഒക്കെ തരുന്നത്. ഇപ്പോൾ ഉദാഹരണത്തിന് ഞാനിപ്പോൾ ഇതേ സാധനം ചെയ്താൽ എനിക്കൊരു അഡ്വർടൈസ്മെൻറ്റ് കിട്ടും. OCT എന്നല്ല നമ്മൾ ചെയ്തത്, OCT എന്നുള്ള സെർച്ച് ചെയ്തപ്പോൾ
അവർ ഇതിനൊപ്പം ഇവിടെ അഡ് വന്ന് കണ്ടോ, ഇവിടെ അഡ്വർടൈസ്മെന്റ്. ഈ അഡ്വർടൈസ്മെന്റ് നമ്മുടെ ഇപ്പോൾ മേ ബി ഗൂഗിളിന് അറിയാം ഞാനൊരു കോളേജ് പ്രൊഫസറാണ്, അതുകൊണ്ടാണ് ഒണ്ടേറിയോ കോളേജ് ടീച്ചേഴ്സിന്റെ സാധനം വന്നത്. നിങ്ങൾ ഇതേ സാധനം നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് വേറെ ഒന്നായിരിക്കും വരിക. അപ്പോൾ നിങ്ങളുടെ സ്പെസിഫിക് നീഡ്സ്, നിങ്ങളുടെ ട്രേറ്റും അനുസരിച്ച് ഇവൻ സെർച്ച് റിസൾട്ടിനെ ഇതുപോലെ മോഡിഫൈ ചെയ്യും. അപ്പോൾ എനിക്ക് കിട്ടുന്ന സെർച്ച് റിസൾട്ട് ആവില്ല നിങ്ങൾക്ക് കിട്ടുന്നത്. അതൊരു പ്രോബ്ലം ഉണ്ട് അതിനകത്ത്. നമുക്ക് വേണ്ട സാധനം ചിലപ്പോൾ മിസ്സായി പോകും. ഇപ്പം നിങ്ങൾ സ്ഥിരമായിട്ട് വേറൊരു വിഷയത്തെക്കുറിച്ച് സെർച്ച് ചെയ്തിട്ട് ഇതിലേക്ക് വന്നാൽ വ്യത്യാസം ഉണ്ടാവും. ഇനി അതുകൂടാതെ ഈ ഗൂഗിള് ഓരോ രാജ്യത്തും ഓരോ രീതിയിലാണ് നിങ്ങളുടെ ഈ റിസൾട്ട് തരിക. ഇപ്പോൾ ഇന്ത്യയിൽ കിട്ടുന്നത് റിസൾട്ട് ആയിരിക്കില്ല നിങ്ങൾ ചൈനയിലോ പാകിസ്ഥാനിലോ പോയി കിട്ടാൻ. അപ്പോൾ ഗൂഗിൾ ലെറ്റ് us look at the same thing in Pakistan. A Pakistani researcher will see where there is a google.co.pk എന്നൊരു സൈറ്റ് ഉണ്ട് കണ്ടോ. So I can just take it up. So it is an entirely different thing. So I am in the Pakistani website where there the same thing will give a totally different set. Maybe that is same, but in many things it is country specific. You can try searching in China or the different country specific websites of Google. That also will give you slightly different information. Maybe you can try European search. യൂറോപ്യൻ രാജ്യങ്ങളിലെ കുറച്ചുകൂടെ കൂടുതൽ ഇൻഫർമേഷൻ തരും. ഇപ്പോൾ ഫ്രഞ്ച് ഗൂഗിൾ ഫ്രഞ്ച് സൈറ്റൊക്കെ കുറച്ചുകൂടെ ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള സാധനങ്ങൾ തരുന്നുണ്ട്. യു കൻ യൂസ് എ ട്രാൻസ്ലേറ്റർ ടു എക്സ്ട്രാക്ട് ഇൻഫർമേഷൻ. അപ്പോൾ അതാണ് ഗൂഗിളിനോടനുബന്ധിച്ചുള്ള സെർച്ചിൻ്റെ. ഇനി ഇത് കൂടാതെ ഈ പേഴ്സണൽ ഡേറ്റ ട്രാക്ക് ചെയ്യാത്ത ചില സെർച്ച് എഞ്ചിൻസ് ഉണ്ട്. അതിലൊന്ന് ഡക്ക് എന്ന് പറഞ്ഞൊരു സെർച്ച് എഞ്ചിൻ ഉണ്ട്. പ്രോബ്ലി വെരി ഫ്യൂ പീപ്പിൾ ആർ യൂസിങ് ഡക്ക് എന്ന് പറഞ്ഞാൽ. ഇതാണ് അതിൻ്റെ പേര്. ഐ ഹോപ്പ് യു ആർ സീയിങ്. അപ്പോൾ ഇവിടെ നോക്കിയാൽ ഇതിൻ്റെ ഉപയോഗം വെച്ചാൽ ഇവർ നമ്മുടെ പേഴ്സണൽ ഡേറ്റ ട്രാക്ക് ചെയ്യുന്നില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ അവരുടെ സെർച്ച് റിസൾട്ട്സ് വേറൊന്നായിരിക്കും, വേറൊരു തരമായിരിക്കും നമുക്ക് കിട്ടുക. നമ്മളിപ്പോൾ ആ OCT ഇമേജ് തന്നെ നോക്കിയാലും, ഇമേജ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഇമേജസ് നോക്കിയാൽ അവരുടെ വരുന്ന വേറൊരു സെറ്റ് സാധനങ്ങളാണ്. ഈവൻ ഇമേജസ് ആർ ഡിഫറെൻറ്റ്. Even images, even that entire things are different. Papers are different. Here also you can look for images, videos, everything. അപ്പോൾ നിങ്ങൾ ഒരു ടോപ്പിക്കിനെ കുറിച്ച് റിസർച്ച് ചെയ്യാൻ പോകുമ്പോൾ യു ഷുഡ് യൂസ് അറ്റ്ലീസ്റ്റ് 2 or 3 സെർച്ച് എഞ്ചിൻസ് ടു സെർച്ച്, നോട്ട് ഓൺലി ഗൂഗിൾ. സി ദ അതർ സെർച്ച് എഞ്ചിൻസ് ആർ ഡിഫറെൻറ്റ് വ്യൂസ്. അത് വേറെ ഒരു വ്യൂ ആയി. ഈ ടോട്ടൽ കോർപ്പസ് ഓഫ് ഇൻ്റർനെറ്റിലേക്ക് വേറൊരു വ്യൂ ആയിട്ടാണ് ഓരോ സെർച്ച് എഞ്ചിനും ചെയ്യുന്നത്. അപ്പോൾ ഓരോരുത്തർക്കും ഓരോ വ്യൂ ആണ്. അപ്പം നമുക്ക് വേണ്ട വിവരം എവിടുന്നാണ് കിട്ടുമെന്ന് പറയാനാവില്ല. അപ്പം നിങ്ങൾ സെർച്ച് ചെയ്യുമ്പോൾ യു ഷുഡ് അറ്റ്ലീസ്റ്റ് സെർച്ച് ഇൻ ഗൂഗിൾ ആസ് വെൽ ആസ് ഇൻ ഡക്ക്. These are some tips which I can give. Maybe I think I will wind up now because it's already 12:15. Maybe I can take another 5 minutes of questions and we will wind up. So this itself is a bigger topic, like how to look for information on internet and finding out the proper correct papers, what to read, etc. So maybe you can use the same thing for your classes also. You can look for presentations, PPTs, etc. and find out the appropriate one and reuse in your class. But one thing, beware that some of them are copyrighted. You cannot put it back on internet sometimes. Your copy or your what do you call, your online classes should not contain any copyrighted material. People will catch you easily. So അപ്പോൾ അതുകൊണ്ട് you have to be a little bit careful. Okay, anyway, I think I will wind up this presentation thing and come back to the question answer session. So I think I will take a few questions. Maybe we can wind up in another 10 minutes. So I will speak again tomorrow on journals, how to write. Maybe that will be a shorter talk. It may not be as lengthy as this. So welcome tomorrow also.
Okay, Shimja, you can take over for questions. Sir, okay. ക്വസ്റ്റ്യൻസ് ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ ചോദിക്കാം സാറിനോട്. എല്ലാവർക്കും ഊണ് കഴിക്കാറായെന്ന് തോന്നുന്നു. ഇല്ല സാർ. ഓ സാർ അപ്പോൾ ഓക്കെ. So for the feedback session, I welcome Sadish Kumar sir, lecturer in electronics, KGPT Kozhikode. Hello, madam. Please put your video on. Otherwise, Yes, sir. Yes, sir. will I not will see. try it. Okay, I will try. Can you see, everybody? Can you see? Yeah, we can. Okay. Okay, sir. Okay, sir. Okay, okay. Good afternoon, all. നമുക്കിന്ന് വളരെയധികം ഉപകാരപ്രദമായ ഒരു ക്ലാസ് ആണ് ലഭിച്ചിരിക്കുന്നത് എന്ന് പറയുന്നതിൽ ഞാൻ വളരെയധികം സന്തോഷവാനാണ്. കാരണം ഒത്തിരിയധികം ഇൻഫർമേഷൻസ് ഇപ്പം നമുക്ക് കിട്ടിയിട്ടുണ്ട്. അത് ഡോക്ടർ സുനിൽ തോമസ് തോന്നിക്കുഴിയിൽ, പ്രിൻസിപ്പാൾ എഞ്ചിനീയറിംഗ് കോളേജ് എഞ്ചിനീയറിംഗ് കോളേജ് ആറ്റിങ്ങൽ അണ്ടർ IHRD. സാറേ, ഞങ്ങൾ ഒത്തിരി ആഗ്രഹിച്ചിരുന്ന ഒരു കാര്യമായിരുന്നു. ഞാനിപ്പോൾ ജസ്റ്റ് QIP വഴി കോഴ്സ് MTech കഴിഞ്ഞിപ്പോൾ കഴിഞ്ഞിട്ടേ ഉള്ളൂ. ഞാനിപ്പോൾ ലെക്ചറായിട്ട് ജോയിൻ ചെയ്തു. അങ്ങനെ ഇരിക്കുന്ന സന്ദർഭത്തിൽ ഞാനും എൻ്റെ കൂടെ പഠിച്ചവരും കൂടെ ചേർന്ന് ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു, ഒരു ഇതിന് പിന്നെ റിസർച്ചിന് പോകണം, അതിന് എന്താണ് ചെയ്യേണ്ടതെന്നുള്ളത്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് നമ്മുടെ കോഴ്സ് കോർഡിനേറ്ററായ ഷിംജ ടീച്ചറുടെ നേതൃത്വത്തിൽ, സിറ്ററിൻ്റെ നേതൃത്വത്തിൽ, നമ്മുടെ ഡയറക്ടറുടെയും മറ്റ് JD-മാരുടെയും എല്ലാം അനുഗ്രഹത്തോടു കൂടി നടക്കുന്ന ഈ കോഴ്സ് ഞങ്ങൾക്ക് പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ പറ്റിയതിൽ വലിയ സന്തോഷമുണ്ട്. ഈ കോഴ്സിനെ സംബന്ധിച്ച് ഞങ്ങൾ ഇപ്പോൾ ഈ സാറ് തന്ന ബ്രേക്കിൻ്റെ സമയത്ത് 10 മിനിറ്റിനിടയ്ക്ക് എന്നെ ഒരു സുഹൃത്ത് വിളിച്ചു. അദ്ദേഹം പറഞ്ഞത്, സാറ് പറഞ്ഞു തന്ന 4ാമത്തെ സെഷനിൽ എങ്ങനെയാണ് നമ്മൾ ഇതിലേക്ക് കടന്നു ചെല്ലുന്നതിന് മുമ്പ് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കുറേ കാര്യങ്ങൾ, ബാക്ക്ഗ്രൗണ്ട് സെറ്റ് ചെയ്യുന്ന കാര്യത്തെക്കുറിച്ച് പറഞ്ഞപ്പോൾ ഒരു ഡിപ്രഷൻ എന്ന പോയിന്റ് പറഞ്ഞിട്ടുണ്ടായി. ആ സമയം അദ്ദേഹം പറയുകയാണ്, ഞാനിപ്പോൾ തന്നെ ഡിപ്രഷനിലേക്ക് പോയിന്ന്. എനിവേ, അത് തമാശ രൂപത്തിലാണെങ്കിൽ കൂടി അത്രയും ഒരു ടാസ്ക്കാണ് ഞങ്ങളുടെ മുന്നിൽ ഇരിക്കുന്നത് എന്നുള്ളതിൻ്റെ വളരെ ജീവിക്കുന്ന, അതിലെ രക്തത്തിൽ ചാലിച്ച ഒരു ജീവചരിത്രം പോലെയാണ് സാറ് അതിനെക്കുറിച്ച് പറഞ്ഞു തന്നത്. ശരിക്കും ഞാനിവിടെ എഴുതി വെച്ചിട്ടുണ്ട് 1, 2, 3, 4 ഒക്കെ ആയിട്ട് സാർ പറഞ്ഞ എല്ലാ പോയിന്റുകളും. ക്വാളിറ്റിയുള്ള ഒരു PhD എങ്ങനെ ചെയ്യാം. അപ്പോൾ അതിനു മുമ്പ് സാറിൻ്റെ ആ അനുഭവത്തോടു കൂടിയാണ് സാറ് ഞങ്ങൾക്ക് ആ ക്ലാസ് എടുത്തു തന്നത്. അത് സാറിന് അനുഭവിച്ച 15 വർഷം കഴിഞ്ഞ് PhD ചെയ്യാൻ പോയപ്പോൾ ലഭിച്ച ആ ഒരു ആക്സെപ്റ്റൻസ്, മറ്റുള്ളവരെങ്ങനെയാണ് ഒരു ക്ലൂ ഇല്ലാതെ എവിടെ ചെല്ലണം, ഗൈഡുകളെ സമീപിച്ചു ഇപ്പം അതൊക്കെ ഞങ്ങൾ ഇനിയിപ്പോൾ ഫേസ് ചെയ്യാൻ കിടക്കുവാണ്. അപ്പോൾ സാറ് ഈ 2 മാസമായിട്ട് കോണ്ടാക്ട് പ്രോഗ്രാമിൽ പോയതും ഗൈഡുകളാരും അക്സെപ്റ്റ് ചെയ്തില്ല എന്നുള്ളതെല്ലാം, അപ്പോൾ കൃത്യമായിട്ട് പിന്നെ സാർ അത് സ്റ്റഡി ചെയ്ത് QIP ആളുകളെ, അക്സെപ്റ്റ് ചെയ്യുന്ന ആളുകളെ സമീപിച്ചപ്പോൾ ഒരു സൂപ്പർവൈസർ അത് സാറിനെ അക്സെപ്റ്റ് ചെയ്തു എന്നും ഒക്കെ സാറ് പറയുന്നത് കേട്ടു. സാറ് ഒരു പേപ്പറാണ് പ്രസൻറ്റ് ചെയ്തതും, ഒരു കോൺഫറൻസ്, ഒരു ബുക്ക് ചാപ്റ്ററൊക്കെ അത് ചെയ്യുന്നത് വളരെ ക്വാളിറ്റിയോടുകൂടി ചെയ്യാൻ സാധിച്ചതിൽ സാറ് വളരെയധികം പ്രൗഡാണെന്ന് പറഞ്ഞു. അപ്പോൾ എനിവേ, എങ്ങനെയാണ് ഒരു ക്വാളിറ്റിയുള്ള പ്രോജക്റ്റ് PhD ചെയ്യാമെന്ന് സാർ ഞങ്ങൾക്ക് വളരെ കൃത്യമായിട്ട് തന്നെ പറഞ്ഞു തന്നു. കരിയർ, പാഷന് 95% ആളുകളും കരിയറിനോടനുബന്ധിച്ചാണ് ഇത് വരുന്നതെന്നും അതിൻ്റെ അക്കാഡമിക് ബാക്ക്ഗ്രൗണ്ട്, കുറേയധികം ബാക്ക്ഗ്രൗണ്ട്സ് നമ്മൾ സെറ്റ് ചെയ്യാനുണ്ട്, അറിയാനുണ്ടെന്ന് സാറ് പറഞ്ഞു. അപ്പോൾ അതിന് സാറ് പറഞ്ഞു തന്ന കാര്യങ്ങളാണ് അക്കാഡമിക് ബാക്ക്ഗ്രൗണ്ട് വളരെ സൗണ്ട് ആയിരിക്കണമെന്നുള്ളത്. അത് കറണ്ട് ബാക്ക്ഗ്രൗണ്ട് നമ്മളൊന്ന് റിവ്യൂ ചെയ്യണം. മാത്തമെറ്റിക്കലായിട്ടുള്ള നമ്മുടെ ശരിക്കും അക്കാഡമിക് ബാക്ക്ഗ്രൗണ്ട് ശരിക്കും നമ്മൾ സ്റ്റഡി ചെയ്തിട്ട് വേണം അതിലേക്ക് പോകണം. അല്ലെങ്കിൽ നമ്മളത് ഒത്തിരി സഫർ ചെയ്യേണ്ടി വരും, അല്ലെങ്കിൽ ഇട്ടെറിഞ്ഞ് പോരേണ്ടി വരും എന്നൊക്കെ സാർ പറഞ്ഞു. ഫൈനാൻഷ്യൽ സ്റ്റാറ്റസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മുടെ ഫാമിലിയുടെ ബാക്ക്ഗ്രൗണ്ട് എത്രത്തോളം വേണം എന്നുള്ളത് സാർ പറഞ്ഞത് ഞങ്ങൾ മനസ്സിലാക്കി കഴിഞ്ഞു. അതുപോലെ ഇപ്പോൾ പാർട്ട് ടൈം ആണ് ചെയ്യുന്നതെങ്കിൽ ജോബ് ഉണ്ടാവും, അപ്പോൾ അതും നമ്മൾ കൃത്യമായിട്ട് മാനേജ് ചെയ്യണം. ഇപ്പോൾ തന്നെ ഈ ക്ലാസ് അറ്റൻഡ് ചെയ്യാൻ വേണ്ടി എൻ്റെ ക്ലാസ് ശരിക്കും ഇന്ന് ഞങ്ങളുടെ പോളിയിലെ സ്റ്റുഡൻസിന് ക്ലാസ് എടുക്കേണ്ടത് 11:30 to 12:30
പക്ഷെ ഞാൻ എന്ത് ചെയ്തു 8:30 മുതൽ 9:30 വരെ എന്നുള്ള ടൈമിലേക്ക് റീഷെഡ്യൂൾ ചെയ്തിട്ടാണ് ഞാൻ ഈ ക്ലാസ് ഇന്നത്തേക്ക് അറ്റൻഡ് ചെയ്യാൻ സാധിക്കുന്നത്. അപ്പോൾ അതുപോലെ ഒത്തിരി കാര്യങ്ങളുണ്ട് സാറേ. പിന്നെ എത്ര കാലം എടുത്താണ് PhD ചെയ്ത് തീർക്കേണ്ടത് എന്നുള്ളൊരു കൃത്യമായിട്ടൊരു അവയർനെസ് തന്നു സാറ്. ഫുൾ ടൈം ആണെങ്കിലും പാർട്ട് ടൈം ആണെങ്കിലും നമുക്ക് എത്ര സമയം എടുക്കും, പിന്നെ ഗൈഡിൻ്റെ ഇമ്പോർട്ടൻസ് എന്താണ്, അദ്ദേഹം ഒരു ദൈവത്തെ പോലെയാണ് നമ്മുടെ മുമ്പിൽ എന്ന് സാർ ഒരു ഉദാഹരണം പോലെ പറഞ്ഞു. പിന്നെ യൂണിവേഴ്സിറ്റി ഒരു ഫാക്റ്റാണ് അന്ന്, അത് വളരെ ഞങ്ങൾക്ക് മനസ്സിലാക്കി തന്നു. പിന്നെ ടോപ്പിക്സ് വെരി ഇമ്പോർട്ടൻ്റ് ആണെന്ന് സാറ് പറഞ്ഞു. അത് ഫിറ്റ് ഫോർ പബ്ലിക്കേഷൻ ആയിരിക്കണം എന്നും പറഞ്ഞു. ഏറ്റവും അവസാനമായിട്ട് സാറ് അതിൽ കൂട്ടിച്ചേർത്തത് ലക്ക് വെരി ഇമ്പോർട്ടൻ്റ് ആണെന്ന്. സാറിന് ഒത്തിരി ലക്ക് ഉള്ളത് കൊണ്ട് എന്നുള്ളത് ഞങ്ങൾ അങ്ങനെ വിശ്വസിക്കുന്നില്ല. സാർ അത്രയും ഏബിളാണ്, അല്ലെങ്കിൽ സാർ അത് ഡിസൈർ ചെയ്യുന്നുണ്ട് സാറ് അന്ന്. ഓക്കെ, ദെൻ ആക്ച്വൽ ഫാക്ടേഴ്സിനെ കുറിച്ച് സാറ് പറഞ്ഞെന്ന് റിസർച്ച് പ്രോബ്ലത്തിലേക്ക് വന്നു നമ്മൾ. അപ്പോൾ ശരിക്കും നമ്മളൊരു ഈ പറഞ്ഞ ഫാമിലി, ഫൈനാൻഷ്യൽ, അക്കാഡമിക് ബാക്ക്ഗ്രൗണ്ട് കൂടാണ്ട് മറ്റ് ഇതുമായി ബന്ധപ്പെട്ട് ഇതിന് ക്ലോസ് ആയിട്ട് നമ്മൾ ചെല്ലുമ്പോൾ നമുക്ക് നമ്മുടെ ഒരു സൂപ്പർവൈസറിനെ, റിസർച്ച് സൂപ്പർവൈസറിനെ ഐഡൻറ്റിഫൈ ചെയ്യുക, ഫൈൻഡ് ഔട്ട് ചെയ്യുക എന്നുള്ളത് വലിയൊരു ടാസ്ക്കാണ്. പിന്നെ നമ്മളൊരു റിസർച്ച് ഗ്രൂപ്പിനെ നമ്മൾ കണ്ടെത്തണം എന്ന് പറഞ്ഞു. 3 or 4 ഗ്രൂപ്പ് ആളുകളുള്ള ഒരു ഗ്രൂപ്പിനെ നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്ത് അവരുമായിട്ട് ഡിസ്കസ് ചെയ്യുന്നത് എപ്പോഴും നല്ലതാണെന്ന് പറഞ്ഞു. പിന്നെ നമ്മൾ എൻജിനീയറിങ് റിക്വയർമെൻറ്റ്, PhD എടുക്കാൻ വേണ്ടിയിട്ടുള്ള എൻജിനീയറിങ് റിക്വയർമെൻറ്റിലേക്ക് വന്നപ്പോഴാണ് നമ്മൾ കുറച്ച് ഐഡിയാസ് വേണം. പല പേപ്പറുകളെക്കുറിച്ച്, മാത്തമെറ്റിക്സിനെ കുറിച്ച് നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത് എന്താണെന്നും, അപ്പോൾ കാൽക്കുലസ്, +2 ലെവലിലുള്ള കാൽക്കുലസ്, ലീനിയർ ആൾജിബ്ര, പ്രോബബിലിറ്റി, ഇവയെക്കുറിച്ച് അറിയണമെന്നും, അതുപോലെ അത് ഇനിയിപ്പം നമ്മളൊന്ന് റീഫ്രഷ് ചെയ്യണമെങ്കിൽ ഒരു ഓൺലൈൻ കോഴ്സുകളൊക്കെ ചെയ്യണം. അതിൻ്റെ ടൂൾസ് എവിടെ ചെല്ലണം, കോഴ്സെറ, അതുപോലെ എസെൻഷ്യൽ ലീനിയർ ആൾജിബ്ര, യൂട്യൂബിലൊക്കെ സാറ് പോയി ചെയ്ത കാര്യങ്ങൾ ഞങ്ങൾക്ക് ഷെയർ ചെയ്തത് ഒത്തിരി അത് ഞങ്ങൾക്ക് ഹെൽപ്പ് ചെയ്യും സാറേ. അതുപോലെ സ്റ്റാറ്റിറ്റിക്സിനെ കുറിച്ച് നമ്മൾ അറിഞ്ഞിരിക്കണം നമ്മൾ റിസർച്ചൊക്കെ നടത്തുമ്പോൾ എന്ന് പറഞ്ഞു. പിന്നെ പ്രോഗ്രാമിംഗ് ലെവലിലേക്ക് നമ്മൾ കുറച്ചുകൂടെ അറിവുള്ളവരായിരിക്കണം. ഇപ്പം മോസ്റ്റ് പ്രോബബ്ലി യൂസ് ചെയ്യുന്നത് പൈത്തണിലാണെന്ന് സാറ് പറഞ്ഞു. മാറ്റ്ലാബും അതിൻ്റെ കൂടെ വേണം എന്നുള്ളൊരു ഇത് പറഞ്ഞു. നമ്മളിനി ജേണൽ ഫൈൻഡ് ഔട്ട് റിസർച്ച് സെൻറ്റർ, ബിഗിനിങ് ദ ജേണൽ എന്നുള്ള ഇതിൽ സാറ് പറഞ്ഞു തന്നത് ലൊക്കേറ്റ് യുവർ സൂപ്പർവൈസർ, ഫൈൻഡ് ഔട്ട് റിസർച്ച് സെൻറ്റർ, ഫൈൻഡ് എൻട്രി ക്രൈറ്റീരിയ ഓഫ് ദാറ്റ് മീൻസ് എൻട്രൻസ് എക്സാം, അതർ ഇൻ്റർവ്യൂസ് എക്സെട്ര. അപ്പം നമ്മൾ ഇതിലേക്ക് പോയി തുടങ്ങാൻ വേണ്ടിയിട്ട് നമുക്കിപ്പോൾ അഡ്മിഷൻ കിട്ടിയ ഉടനെ ഒരു കമ്മിറ്റി ഉണ്ടെന്നും, അതായത് മൾട്ടിപ്പിൾ സൂപ്പർവൈസേഴ്സ് എല്ലാം ഉള്ള ഡോക്ടറൽ കമ്മിറ്റി, DC എന്നുള്ളൊരു കമ്മിറ്റി ഉണ്ടെന്നും, അതിലൊരു ചെയർമാൻ, സൂപ്പർവൈസേഴ്സ്, 2 ഇൻറ്റേർണൽ 2 എക്സ്റ്റേണൽ മെമ്പർമാരുണ്ടെന്നും, ആ കമ്മിറ്റിയാണ് ആത്യന്തികമായി നമ്മുടെ പ്രവർത്തനങ്ങളെ മോണിറ്റർ ചെയ്യുന്നതെന്നും, ഫസ്റ്റ് ലെവൽ മീറ്റിങ്ങിൽ എന്തൊക്കെയാണ്, അല്ലെ ദാറ്റ് മീൻസ് 0th ലെവൽ DC മീറ്റിങ്ങിൽ എന്താണെന്നും. അപ്പോൾ അതിൽ ആ മീറ്റിങ്ങിൽ നമ്മൾ വെച്ചാണ് നമുക്ക് കോഴ്സ് പേപ്പറുകൾ ഏതൊക്കെ ചെയ്യണം, 5 പേപ്പർ എന്ന് സാറ് പറയുകയുണ്ടായി. 2 ജനറൽ കോഴ്സും പിന്നെ ഒരു കോർ പേപ്പറും 2 എലക്റ്റീവ് ആയിട്ടുള്ള പേപ്പറുകളെല്ലാം അവരായിരിക്കും സജസ്റ്റ് ചെയ്ത് തരിക. നമ്മുടെ ടോപ്പിക്ക്, നമ്മുടെ ഇതിനനുസരിച്ച് ഏത് ഫീൽഡിലാണോ നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ആ ഫീൽഡിനനുസരിച്ച് അവരത് സെലക്ട് ചെയ്ത് തരുന്നു സാറ് പറഞ്ഞു. ആഫ്റ്റർ കോഴ്സ് വർക്ക് കഴിഞ്ഞിട്ട് എക്സാമിനേഷൻ കഴിഞ്ഞ് വീണ്ടും നമ്മൾ കമ്മിറ്റിയുടെ മുമ്പേ അപ്പിയർ ചെയ്യുമ്പം ഏതാണ്ട് 1 വർഷം സമയമെടുത്ത് നമ്മൾ അപ്പിയർ ചെയ്യുമ്പോൾ പ്രീ കോംപ്രഹെൻസീവ് കമ്മിറ്റി, അവർ DC കമ്മിറ്റി കൂടുകയും അതിനു മുമ്പിൽ നമ്മുടെ കാര്യങ്ങൾ മുഴുവൻ ഇവാലുവേറ്റ് ചെയ്യും. നമ്മൾ അപ്പിയർ ചെയ്ത ശേഷം നമ്മൾ ഒരു കോംപ്രഹെൻസീവ് എക്സാമിനും കൂടെ അവർ നിർബന്ധിക്കുന്നു പറയും. അവർ തന്നെ സിലബസ് സെറ്റ് ചെയ്യാൻ വേണ്ടി 2 എക്സാമിനേഴ്സിനെ ഫിക്സ് ചെയ്യുകയും അത് പ്രകാരം ഒരു ക്വസ്റ്റ്യൻ നടത്തി നമ്മൾ എക്സാം നടത്തുകയും ചെയ്യും. അത് കൂടാണ്ട് ഒരു ഓറൽ പ്രസൻറ്റേഷനും അവരുടെ മുമ്പാകെ ഉണ്ടാവുന്നു. അപ്പോൾ ഏതാണ്ട് ഒരു 1.5 year കംപ്ലീറ്റ് ആയിട്ടുണ്ടാവുമെന്നാണ് സാറ് ഞങ്ങൾക്ക് പറഞ്ഞു തന്നത്. ദെൻ ശരിക്കുള്ള സ്ട്രഗിൾ ഇനിയാണ് തുടങ്ങുന്നതെന്ന് പറഞ്ഞു. നമ്മൾ ടോപ്പിക്കിലേക്ക് വളരെ നാരോ ഡൗണ്ടഡ് ആയിട്ട് പോവാനുള്ള, അപ്പോൾ ഈ സൂചി കോഴിലൂടെ ഒട്ടകത്തെ കടത്തി വിടുന്ന 10 വഴികൾ എന്നൊക്കെ സാർ ഒരു ഉദാഹരണം പോലെ പറഞ്ഞു. എനിവേ, ബ്രോഡ് റീഡിങ്, ലിറ്ററേച്ചർ സർവേ ഇതെല്ലാം നടത്തേണ്ട ഒരു സമയമാണ് അതൊന്നും. അങ്ങനെ നമ്മൾ സ്പെസിഫിക് ടോപ്പിക്കിലേക്ക് കടന്ന് വീണ്ടും വായിച്ച്, അപ്പം നമ്മൾ ആ ഒരു സ്പോട്ടിൽ ലിറ്ററേച്ചർ സർവേയിൽ മിനിമം 20 പേപ്പറെങ്കിലും നമ്മൾ റീഡ് ചെയ്തിട്ട് ഓരോ പേപ്പറിൻ്റെയും ഒരു എന്താ പറയുക സമ്മറി എഴുതി നമ്മൾ സൂക്ഷിക്കണം എന്നുള്ള രീതിയിൽ സാറ് പറഞ്ഞു തരികയുണ്ടായി. സാറേ പിന്നെ നമ്മൾ അതിനകത്ത് തന്നെ സാറ് പറഞ്ഞ ഒരു ഇത് എന്ന് പറഞ്ഞാൽ നമ്മളൊരു പീർ ഗ്രൂപ്പിനെ ഐഡൻറ്റിഫൈ ചെയ്ത് വെക്കുന്നത് നല്ലതാണെന്ന് പറഞ്ഞു.
സെയിം ടോപ്പിക് ഫീൽഡിൽ നമുക്ക് റിസർച്ച് നടത്തിക്കൊണ്ടിരിക്കുന്ന ആളുകളെ. പിന്നെ ഞാൻ ആദ്യമേ സൂചിപ്പിച്ച പോലെ അടുത്തൊരു ലെവലാണ്, അത് ഏതാണ്ട് 2.5 വർഷമൊക്കെ ആകുമ്പോഴേക്കും ഡിപ്രഷൻ ലെവലിലേക്ക്, അതായത് റെഗുലർ കോഴ്സ് 2.5 വർഷം ചെയ്യുന്നവരുടെ റിസർച്ച് നടത്തുന്ന 2.5 വർഷം ആകുമ്പോഴേക്കും ഒരു ഡിപ്രഷൻ ലെവലിലേക്ക് വരും. നമുക്ക് ഇതുവരെയും ഒന്നും ലേൺ ചെയ്യാൻ പറ്റിയിട്ടില്ല, അല്ലെങ്കിൽ ഗെയിൻ ചെയ്യാൻ പറ്റിയിട്ടില്ല എന്നുള്ളൊരു നിരാശയിലേക്ക് കടന്നു പോകും. പക്ഷേ കുറച്ച് സമയം അതിൽ തന്നെ നിന്ന് വർക്ക് ചെയ്ത് കഴിയുമ്പോൾ നമ്മൾ അതിനെ പതുക്കെ ഓവർകം ചെയ്യും. വിത്ത് ദ സപ്പോർട്ട് ഓഫ് ഗൈഡ്, ഫാമിലി ആൻഡ് പിയർ ഗ്രൂപ്പ് ഒക്കെ, അവരുടെയൊക്കെ ഒരു സപ്പോർട്ടോടുകൂടി നമുക്ക് അതിന് വളരെ സഡനായിട്ട് അതിന് മുന്നോട്ട് പോകാൻ സാധിക്കും. നമുക്ക് ചെറിയ ചെറിയ റിസൾട്ടുകൾ കിട്ടിത്തുടങ്ങുന്നു. സാർ വളരെ വാല്യൂബിൾ ആയിട്ടുള്ള കാര്യങ്ങൾ അവിടെ പറഞ്ഞു വെക്കുകയുണ്ടായി. പിന്നെ നമ്മൾ അതിനുശേഷമാണ് നമ്മൾ റൈറ്റ് ചെയ്യാൻ തുടങ്ങേണ്ടത്. നമ്മളുടെ റിസർച്ചിൻ്റെ കാര്യങ്ങൾ റൈറ്റ് ചെയ്ത് പേപ്പറാക്കി തുടങ്ങേണ്ടത് അവിടെയാണ് എന്ന് സാറ് പറഞ്ഞു. യു നീഡ് ജേർണൽ പേപ്പർ ആൻഡ് കോൺഫറൻസ് പേപ്പർ, അറ്റ്ലീസ്റ്റ് 2 പേപ്പർ എന്നാണ് സാറ് പറഞ്ഞത്. പല യൂണിവേഴ്സിറ്റികളുടെയും പല ക്രൈറ്റീരിയയാണ്. ഒരു പേപ്പർ ഒരു കോൺഫറൻസ് എന്ന നിലയ്ക്കാണ് IIT-കളിലും KTUവിലൊക്കെ വന്നിരിക്കുന്നത്. പക്ഷേ കുസാറ്റുമെ സംബന്ധിച്ച് അത് വേറൊരു രീതിയിലായിരിക്കാം എന്ന് പറഞ്ഞു. അതാത് DCയെയും യൂണിവേഴ്സിറ്റിയെയും ഗൈഡിനെയൊക്കെ ഡിപ്പെൻഡ് ചെയ്തിട്ടായിരിക്കാം എന്നുള്ള രീതിയിൽ സാർ പറഞ്ഞു. ദെൻ നമ്മളിനി വീണ്ടും നമ്മൾ DC കമ്മിറ്റിയുടെ മുമ്പിൽ അല്ലെങ്കിൽ ഡോക്ടറൽ കമ്മിറ്റിയുടെ മുമ്പിൽ വീണ്ടും അപ്പിയർ ചെയ്ത് അവരിതിങ്ങനെ മോണിറ്റർ ചെയ്തുകൊണ്ടിരിക്കുന്നു. സാറ് പറഞ്ഞു നമ്മൾ വർക്ക്, റൈറ്റ്, സെൻഡ് ജേണൽ, ഗെറ്റ് റിജക്റ്റഡ്, അതെല്ലാം അവർ മോണിറ്റർ ചെയ്യും എന്നുള്ള രീതിയിൽ സാറ് പറഞ്ഞു വെച്ചു. ദെൻ അടുത്തായിട്ട് സാർ പറഞ്ഞത് DC വിൽ റിവ്യൂ ആൻഡ് ആസ്ക് യു ടു കണ്ടിന്യൂ അൺടിൽ യു ഗെറ്റ്, നമുക്ക് അവർ കണ്ടിന്യൂ ചെയ്യാൻ വേണ്ടി പറഞ്ഞു. അതിന് ശേഷം ആഫ്റ്റർ 4 years എന്നുള്ള രീതിയിലാണ് സാർ പറഞ്ഞത്. നമ്മൾ തീസിസ് റൈറ്റിംഗിലേക്ക് പോകുന്നു. ആ തീസിസ് റൈറ്റിംഗിലേക്ക് വരുമ്പോൾ സാർ പറഞ്ഞ വളരെ അട്രാക്റ്റീവ് ആയിട്ടുള്ളൊരു കാര്യം ഉണ്ടായിരുന്നു, ഒരു കോട്ട് ഉണ്ടായിരുന്നു. മനുഷ്യർക്ക് മനസ്സിലാകുന്ന രീതിയിൽ അതുവരെ ചെയ്ത കാര്യങ്ങൾ തീസിസായിട്ട് എഴുതുക എന്നുള്ളത്. അത് എല്ലാവർക്കും വളരെ ഇമ്പ്രസീവായിട്ട് തോന്നി സാറേ. ക്യാൻ ടേക്ക് എ ലോങ് ടൈം അൺലെസ് യു ആർ സിസ്റ്റമാറ്റിക്. നമുക്ക് ഒത്തിരി സമയം എടുക്കാമെന്നായിട്ട് തോന്നും. പിന്നെ നമ്മൾ ചൂസ് ദ കറക്റ്റ് ടൂൾ ഉപയോഗിച്ച് ചെയ്യണമെന്ന് പറഞ്ഞു. ലാറ്റക്സ് ഉപയോഗിച്ച് ഉബുണ്ടുവിലോ ലിനക്സിലോ ചെയ്യണം എന്നാണ് സാറ് പറഞ്ഞിരിക്കുന്നത്. നല്ലൊരു ലാപ്ടോപ്പ് വേണം, എപ്പോഴും ബാക്കപ്പ് ചെയ്തുകൊണ്ടിരിക്കണം നമ്മൾ, അല്ലെങ്കിൽ ഡാറ്റാസ് മുഴുവൻ ലോസ് ആവാനൊക്കെ വരാൻ സാധ്യതയുണ്ട് എന്ന് സാറ് പറഞ്ഞു. അതെല്ലാം ചേർന്നിട്ടാണ് ഇനി ഇതിൽ വളരെ ഇമ്പോർട്ടൻ്റ് തീസിസ് എന്നുള്ളത് സാറ് പറഞ്ഞൊരു മാല കോർക്കുന്ന പോലെ വളരെ കൃത്യമായിട്ട് അടുക്കും ചിട്ടയോടുകൂടി വേണം. ഫ്രം ദ കോഴ്സ് വർക്ക് അവിടെ മുതലുള്ള കാര്യങ്ങൾ വളരെ നല്ല രീതിയിൽ ഒരു ഫ്ലോ ഓഫ് അല്ലെങ്കിൽ ഒരു ലിങ്ക് എല്ലാ ഇതിലും ഉണ്ടാവണമെന്ന് സാർ പറയുകയുണ്ടായി. അതുപോലെ ലാറ്റക്സ് ലിനക്സിൽ ഉപയോഗിച്ച് ചെയ്യണം എന്ന് പറഞ്ഞു. അതുപോലെ ഒരു ഗിറ്റ് ടൂളിനെ കുറിച്ച് സാർ പറയുകയുണ്ടായി. നമ്മൾ പലപ്പോഴും നമ്മുടെ വർക്കുകളെല്ലാം നമ്പർ ഇട്ട് വയ്ക്കുമ്പോൾ അത് എങ്ങനെയുള്ളത് അത് കണ്ടുപിടിക്കാനായിട്ട് ഗിറ്റ് ടൂൾ എന്നുള്ള സംഗതി ഉപയോഗിക്കാനെന്ന് പറഞ്ഞു. ഫൈനലി നമ്മൾ സബ്മിഷനിലേക്ക് പോവുകയാണ്. ഇവാലുവേഷനിലേക്ക് പോകുമ്പോൾ ആഫ്റ്റർ തീസിസ് സബ്മിഷൻ യൂണിവേഴ്സിറ്റിക്ക് നമ്മൾ സബ്മിറ്റ് ചെയ്തു. 2 or 3 എക്സാമിനേഴ്സ് അടങ്ങുന്ന, അപ്പോൾ സാറിൻ്റെ PhD കേസ് അടക്കം ഉദാഹരണ സഹിതമാണ് സാർ അത് പറഞ്ഞത്. 2 or 3 എക്സാമിനേഴ്സ്ക്ക് ഇത് നമ്മൾ അയച്ചു കൊടുക്കുകയും അവരത് അക്സെപ്റ്റ് ചെയ്യാതിരുന്നു കഴിഞ്ഞാൽ നമ്മളെല്ലാം പെട്ടുപോകുന്നു സാറ് പറഞ്ഞു. അക്സെപ്റ്റ് ചെയ്യട്ടെ എല്ലാവരുടെയും ഒരേ ഫസ്റ്റ് ടൈമിൽ തന്നെ ഇതാക്കുന്നു. എന്നിട്ട് ഡിഫൻസിലേക്ക് നമ്മൾ പോകുന്നു. ഡിഫൻസിൽ നമ്മളെല്ലാവരും വേണ്ടപ്പെട്ടവരെ വിളിച്ച് ചായയും ബിസ്ക്കറ്റ് എല്ലാം കൊടുത്ത് അത് പ്രസൻറ്റ് ചെയ്യുന്നു. ആ സമയത്ത് ഫൈനലി DC-യുടെ ചെയർമാൻ എഴുന്നേറ്റ് നിന്ന് യൂണിവേഴ്സിറ്റിക്ക് അത് റെക്കമെൻഡ് ചെയ്യുകയും യൂണിവേഴ്സിറ്റി നമുക്കത് അപ്രൂവലാക്കി സർട്ടിഫിക്കറ്റാക്കി തരികയും ചെയ്യുന്നു. ഇതിൻ്റെ എല്ലാം രത്ന ചുരുക്കമായി സാർ അവസാനം പറഞ്ഞു തന്ന 3-4 കാര്യങ്ങളാണ് വളരെ ഇമ്പ്രസീവായിട്ട് തോന്നിയത്. അതായത് PhD ചെയ്ത് നമ്മൾ കുറേ സാധനങ്ങൾ കണ്ടുപിടിക്കുക എന്നുള്ളതല്ല, നമ്മളൊരു മനുഷ്യനായി തീരും, ഒരു ഡിസിപ്ലിനുള്ള ഒരു വ്യക്തിയായി മാറും. ഒരു പ്രോബ്ലം എങ്ങനെ സോൾവ് ചെയ്യാൻ സാധിക്കും സിസ്റ്റമാറ്റിക്കായിട്ട്, പിന്നെ അതുപോലെ ഒരു വിഷയത്തെക്കുറിച്ച് സിസ്റ്റമാറ്റിക്കായിട്ട് എങ്ങനെ സംസാരിക്കാൻ സാധിക്കും എന്നുള്ളതെല്ലാമാണ് ഇതിൻ്റെ ഒരു ഔട്ട്കം ആയിട്ട് സാറ് ഒരു PhD ചെയ്ത് കഴിഞ്ഞ ഒരു വ്യക്തിക്ക് ഉണ്ടാവേണ്ട ഗുണങ്ങൾ ഇതൊക്കെയാണ്. അല്ലാതെ കുറേ പുതിയ ടോപ്പിക്കുകൾ അല്ലെങ്കിൽ പുതിയ സംഗതികൾ കണ്ടുപിടിക്കുക എന്നുള്ളതല്ല, ഒരു നല്ല മനുഷ്യനായി മാറുക അല്ലെങ്കിൽ ഒരു പ്രോബ്ലത്തെ ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്ന ഒരാളായിട്ട് മാറുക എന്നുള്ളതാണ്. 2ാമത്തെ സെഷനിൽ സാർ പറഞ്ഞത് വളരെ ഇൻഫോർമേറ്റീവ് ആയിരുന്നു. എങ്ങനെയാണ് നമ്മൾ ആസ് എ സ്കോളർ അല്ലെങ്കിൽ പബ്ലിക് എന്ന നിലയ്ക്കല്ല ഗൂഗിളിൽ സെർച്ച് ചെയ്യേണ്ടത്, ആസ് എ സ്കോളറായിട്ട് അല്ലെങ്കിൽ ഒരു ടീച്ചറായിട്ട് എങ്ങനെയൊക്കെ ചെയ്യാമെന്നുള്ളത് ഡിഫറെൻറ്റ് കോമ്പിനേഷൻസ് ഉപയോഗിച്ച്, കീവേഡിൻ്റെ കോമ്പിനേഷൻ ഉപയോഗിച്ച് നമ്മൾ
മറ്റേ സെർച്ച് നടത്താമെന്നും പിന്നെ ഫയൽ ടൈപ്പ് PDF ഫയൽ ടൈപ്പ് ഡോക്സ് ഫയൽ ടൈപ്പ് എക്സസ് അതിപ്പോൾ ഡ്രാഫ്റ്റ് പേപ്പേഴ്സായിട്ട് പിന്നെ ഡോക്യുമെൻ്റ് ആയിട്ട് കിട്ടുമ്പോൾ നമുക്ക് അതിൽ എഡിറ്റ് ചെയ്യാനുള്ള ഒരു ഓപ്ഷനുള്ള ടൈപ്പുള്ള സംഗതികളൊക്കെ അവൈലബിൾ ആയിരിക്കും എന്ന് സാറ് പറഞ്ഞു. വീഡിയോസ് എടുക്കാം, ന്യൂസ് എടുക്കാം, ബുക്സ് എടുത്ത് നോക്കാം എന്ന് പറഞ്ഞു. ഗൂഗിൾ സ്കോളർ എന്നുള്ളൊരു സെർച്ച് എഞ്ചിൻ ഉണ്ട്, അത് നോക്കിക്കഴിഞ്ഞാൽ കൂടുതൽ അതിൽ തന്നെ ഈ ഗൂഗിൾ സ്കോളറിൽ വളരെയധികം നമുക്ക് കാര്യങ്ങളുണ്ടെന്നും വളരെ ഡീപ്പായിട്ട് പോയിന്റ് ഔട്ട് ചെയ്ത് കാര്യങ്ങൾ കിട്ടുമെന്നും സാറ് പറഞ്ഞു. അതുപോലെ തന്നെ ലൊക്കേഷൻ മാറ്റിയിട്ട് നമുക്ക് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഡിഫറെൻ്റ് ആയിട്ടുള്ള സെർച്ച് നമുക്ക് അവൈലബിൾ ആണെന്നും സാറ് പറഞ്ഞു തന്നത്. പിന്നെ അതുപോലെ തന്നെ നമുക്ക് പേഴ്സണലായിട്ട് നമ്മുടെ ഐഡൻറ്റിഫിക്കേഷനോ അഡ്രസ്സും മറ്റു കാര്യങ്ങളും ഒന്നും സെർച്ച് എഞ്ചിനുകൾ കണ്ടുപിടിക്കാത്ത രീതിയിലുള്ള സെർച്ച് എഞ്ചിൻസ് ഉണ്ടെന്നും ഡക്ക് ഗോ എന്നുള്ളൊരു വെബ്സൈറ്റിനെ കുറിച്ചും സാറ് പരിചയപ്പെടുത്തി തന്നു. ഇത്രയും വലിയ വലിയ കാര്യങ്ങൾ ഞങ്ങളെ സംബന്ധിച്ച് ഞങ്ങൾ ഇതിനകത്ത് ചാടാൻ നിൽക്കുന്ന ഈ അല്ലെങ്കിൽ ഈ പുഴയിലേക്ക് കുളത്തിലേക്ക് ചാടാൻ നിൽക്കുന്ന ആളുകളാണ് സാറേ. വളരെയധികം ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള കാര്യമാണ്, എന്തോരം കാര്യങ്ങളുണ്ട്. അപ്പോൾ ഇതിൽ ഡിപ്രഷനിലേക്ക് ഇപ്പോഴേ പോകണ്ട. അപ്പോൾ ഏതമേ കണ്ടറിഞ്ഞ് വരുന്നതനുസരിച്ച് നമുക്കതിനനുസരിച്ച് നമുക്ക് കാര്യങ്ങൾ ക്രമീകരിക്കാൻ സാധിക്കും സാറേ. അപ്പോൾ ഒത്തിരി കുറേ മറ്റുള്ളവരെല്ലാവർക്കും വേണ്ടി നല്ലൊരു ക്ലാസ്സാണ് സാറേ ഞങ്ങൾക്ക് കിട്ടിയത്. എന്തായാലും സാറിൻ്റെ ഈ ഒരു വലിയ മനസ്സിൻ്റെ മുമ്പിൽ ഞങ്ങൾ പ്രണമിക്കുന്നു. നന്ദി സാറേ, വളരെയധികം നന്ദി. താങ്ക് യു വെരി മച്ച്. ഓക്കെ ഓക്കെ. സാർ സതീഷ് സാർ പറഞ്ഞ പോലെ നല്ലൊരു റിവ്യൂ തന്നു കഴിഞ്ഞു. അതായത് ഹോൾ ക്ലാസ് ഒരു സെന്റൻസ് പോലും ഇടാതെ സാർ നന്നായിട്ട് പറഞ്ഞു. അപ്പൊ അതുകൊണ്ട് ഇനി വോട്ട് ഓഫ് താങ്ക്സിന് വേറൊരാൾ വേണ്ട, കാരണം ആ രീതിയിലാണ് ഫുള്ളി പ്രസന്റ് ചെയ്തിരിക്കുന്നത്. സാർ വളരെ സിമ്പിളായിട്ട്, സിനിൽ സാറിനെ സംബന്ധിച്ച് വളരെ സിമ്പിളായിട്ട് ഇൻഫോർമലായിട്ട് ശരിക്കും ഒരു കഥ പറയും പോലെയാണ് ഇന്നത്തെ ക്ലാസ്. അത് എല്ലാവർക്കും നല്ലൊരു ഫീഡ്ബാക്ക് എല്ലാവരും പറയുന്നുണ്ട്. സാറിന്റെ ഈ ഒരു മനസ്സിന് വളരെ നന്ദി രേഖപ്പെടുത്തുന്നു. പിന്നെ അടുത്ത ക്ലാസ് 2 മണിക്കാണ്. താങ്ക് യു വെരി മച്ച്. ഞാൻ ലീവ് ചെയ്തോട്ടെ ഷിംജ, ഞാൻ എക്സിറ്റ് ചെയ്യും.